നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ എത്രയായി നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. വളരെ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് മൂന്നായിട്ടാണ്, വളരെ അടിസ്ഥാനപരമായിട്ട് മൂന്നായിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയാമാഗ്നറ്റ്സ്, പാരാമാഗ്നറ്റ് ആൻഡ് ഫെറോ മാഗ്നറ്റ്സ്. അവിടെ രണ്ടെണ്ണം ബാക്കിയുണ്ട്, ആന്റി ഫെറോ ആൻഡ് ഫെറി മാഗ്നറ്റിസ്. അതിനെപ്പറ്റിയും നമ്മൾ പറയും. ഓക്കെ, സോ ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളായിട്ടുള്ള സസെപ്റ്റബിലിറ്റി, അതേപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി, ഇവരുടെ രണ്ട് പേരുടെയും വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഡയേനെയും പാരേനെയും ഫെറോനെയും നമ്മൾ കമ്പയർ ചെയ്യാം. അതായത് ഡയക്ക് സസെപ്റ്റബിലിറ്റി എത്രയുണ്ട്, ഡയക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റി എത്രയുണ്ട്, അതേപോലെ തന്നെ പാര എത്ര, ഫെറോ എത്ര, ഇതിന്റെ വാല്യൂ റേഞ്ച് എത്ര, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുക. സോ സംഭവം സിമ്പിളാണ്. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ടേബിളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ ടേബിൾ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ സംഗതി വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് കമ്പയർ ചെയ്യുന്നത്. ബാക്കിയുള്ള രണ്ട് ആളുകൾ ഞാൻ തൽക്കാലം അവിടെ നോക്കുന്നു. റിലേറ്റീവ് പെർമിയബിലിറ്റി അഥവാ മ്യൂ ആർ. മ്യൂ ആറിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മ്യൂ ആർ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡയാമാഗ്നറ്റിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1-നേക്കാളും താഴെയായിരിക്കും, അല്ലെ? ലെസ് ദാൻ 1, മ്യൂ ആർ ലെസ് ദാൻ 1. പക്ഷെ 0-നേക്കാളും ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0-നേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ 0ക്ക് ഈക്വൽ ആയിരിക്കും. എങ്ങനെയായാലും 1ന്റെ താഴെയായിരിക്കും ഡയ. ആലോചിച്ച് വെച്ചല്ലോ. ഇനി പാരന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1-നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ജസ്റ്റ് കൂടുതൽ, അങ്ങനെയുള്ളൂ കേട്ടോ, 1-നേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ ഫെറോ ആണെന്നുണ്ടെങ്കിൽ വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മനസ്സിലായോ? മ്യൂ ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പഠിക്കാൻ എളുപ്പമല്ലേ? ഡയ ആണെങ്കിൽ ലെസ് ദാൻ 1, പാര ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, ഫെറോ ആണെങ്കിൽ വെരി വെരി ഗ്രേറ്റർ ദാൻ 1. റെഡി അല്ലേ? ഇതേപോലെ തന്നെയാണ് സസെപ്റ്റബിലിറ്റിയും. ഡയന്റെ സസെപ്റ്റബിലിറ്റി ചെറുതാണ്, പക്ഷെ നെഗറ്റീവ് ആയിരിക്കും. കുഞ്ഞിയാണ് നെഗറ്റീവ്. ഇനി പാര ആണെങ്കിലോ അതും ചെറുതാണ്, ബട്ട് പോസിറ്റീവ് ആയിരിക്കും. റെഡി അല്ലേ? എന്നാൽ ഫെറോ ആണെങ്കിൽ ലാർജ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ്. റെഡിയാന്ന് വിചാരിക്കുന്നു. ഇത്രയും സംഗതി ഉള്ളൂ. കമ്പയർ ചെയ്ത് പഠിക്കാൻ ഈ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഒരുവിധം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റാണ് ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഡയയുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഡയയുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ആണ്. ഡയയുടെ സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ആണ്, നെഗറ്റീവ് ആണ്. പാരയുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. പാരയുടെ സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്, ബട്ട് പോസിറ്റീവ് ആണ്. ഇനി ഫെറോന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണ്. അതിന്റെ സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ലാർജ് ആണ് ആൻഡ് പോസിറ്റീവ് ആണ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇനി എഫക്ട് ഓഫ് മാഗ്നറ്റ് ആണ്. ഒരു മാഗ്നറ്റ്, ഒരു ഡയാമാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവര് വളരെ ഫീബിലി ആയിട്ട് എന്ത് ചെയ്യും? കുഞ്ഞായിട്ട് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുക ഡയാമാഗ്നറ്റ്. എന്നാൽ പാരയാണെന്നുണ്ടെങ്കിലോ അവരെന്ത് ചെയ്യും? വളരെ ഫീബിൾ ആയിട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അവിടെ റിപ്പൽ ആയിരുന്നെങ്കിൽ, ഡയ റിപ്പൽ ചെയ്തിരുന്നെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫെറോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നന്നായി സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ആള് ഫീബിലി റിപ്പൽ ചെയ്യുന്നു, രണ്ടാമത്തെ ആള് ഫീബിലി അട്രാക്ട് ചെയ്യുന്നു, മൂന്നാമത്തെ ആള് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്നു. സംഗതി സിമ്പിൾ ആണ് പഠിക്കാൻ. ഈ ടേബിളായിട്ട് പഠിക്കുക, മാർക്കായിട്ട് ഉറപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ അഡീഷണൽ പോയിന്റുകളാണ്. ഫോർ ഡയാമാഗ്നറ്റ് ഇത് നമ്മൾ പറഞ്ഞു, ഇതും നമ്മൾ പറഞ്ഞു. ഇതിന്റെ അകത്ത് ഒരു പോയിന്റ് അഡീഷണൽ ആയിട്ട് വരും, ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഡയാമാഗ്നറ്റ്സിന്റെ സസെപ്റ്റബിലിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അത് പ്രത്യേകം പറയാൻ കാരണം പാരയ്ക്കും ഫെറോയ്ക്കും അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, കാരണം എത്ര ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലും ഡയയുടെ സസെപ്റ്റബിലിറ്റി ചേഞ്ച് ചെയ്യൂല എന്നാ മനസ്സിലാക്കേണ്ടത്. റെഡി അല്ലേ? ഇനി ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റൈസ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫീൽഡ്. അതായത് എന്താണ്? ഫീബിലി റിപ്പൽ ചെയ്യുന്നു. ഇഫ് ദേ സസ്പെൻഡഡ് ഫ്രീലി ദേ സെറ്റ് ദെംസെൽവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. അതായത് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവർ ഫീൽഡിന് പെർപെൻഡിക്കുലർ, ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവരുണ്ടാകുക. ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെങ്കിൽ ആ ഡയാമാഗ്നറ്റിന്റെ അവരെങ്ങനെ നിൽക്കുക? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. റെഡി അല്ലേ? അതേപോലെ തന്നെ പാരയുടെ നമ്മൾ പറയാത്ത ആദ്യത്തെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ആലോചിക്കുക. സസെപ്റ്റബിലിറ്റി ഡിക്രീസസ് ഇൻ റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഡയക്ക് എന്തായിരുന്നു? ഡയയുടെ സസെപ്റ്റബിലിറ്റി ടെമ്പറേച്ചർ ആയിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സസെപ്റ്റബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. റെഡി അല്ലേ?
അതായത് പാരയുടെ സസെപ്റ്റബിലിറ്റിയും പാരയുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെഡി അല്ലേ? ഓക്കെ. അടുത്തത് അവരെന്ത് ചെയ്യുന്നു? ഫീബിലി അട്രാക്ട് ചെയ്യുന്നു അല്ലെ? മാഗ്നറ്റൈസിന്റെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അട്രാക്ട് ചെയ്യപ്പെടുന്നു. റെഡി അല്ലേ? അടുത്തത് അവരെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഉണ്ടാകുക. ഫീൽഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാരലൽ ആയിട്ടാണ് ആരുണ്ടാകുക? പാരാമാഗ്നറ്റ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? പാരാമാഗ്നറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അടുത്തത് ഫെറോന്റെ ആണ്. സസെപ്റ്റബിലിറ്റി ലാർജ് ആണ്. μr വെരി ലാർജ് ആണ്. സസെപ്റ്റബിലിറ്റി ലാർജും മാത്രമല്ല പോസിറ്റീവ് കൂടിയാണ്. അടുത്തത് ദേ ആർ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യപ്പെടുന്നു. റെഡി അല്ലേ? പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, there can be made പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റുകളെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. റെഡി അല്ലേ? അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഉണ്ടാകുക. ആരെ പോലെ പാരാമാഗ്നറ്റിനെ പോലെ. അതേപോലെ തന്നെ ഫെറോന്റെ അടുത്ത പ്രത്യേകതയാണ് ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞ ഫിനോമിനൻ അവർ കാണിക്കും. ഹിസ്റ്ററിസിസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ട. അതൊരു ലാഗിങ് ഓഫ് പ്രോസസ് ആണ്. ഇൻപുട്ടിന് ഔട്ട്പുട്ട് ചേഞ്ചിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു ലാഗിങ് ആണെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ആലോചിച്ചിരിക്കുക, ഹിസ്റ്ററിസിസ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഫെറോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സസെപ്റ്റബിലിറ്റി ഡിക്രീസസ് എബോവ് സർട്ടൻ ടെമ്പറേച്ചർ നോൺ ആസ് ക്യൂരി ടെമ്പറേച്ചർ ഫെറോ ബിക്കംസ് പാരാ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്യൂരി ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യുന്നു? സസെപ്റ്റബിലിറ്റി കുറയുന്നു. ആരെ പോലെ? പാരയെ പോലെ തന്നെ. ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സസെപ്റ്റബിലിറ്റി കൈ. റെഡി അല്ലേ? ഇതാണ് ആരുടെ കാര്യത്തിൽ? പാരയുടെ കാര്യത്തിലും ആരുടെ കാര്യത്തിൽ? ഫെറോയുടെ കാര്യത്തിലുള്ളത്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നേ സസെപ്റ്റബിലിറ്റി ഇങ്ങനെ കുറഞ്ഞു വരിക. ടെമ്പറേച്ചർ കൂട്ടിക്കൂട്ടി ഒരു പരിധിക്ക് മേലെ ഒരു പോയിന്റിന് മേലെ ആകുമ്പോൾ ആ പോയിന്റിന് എന്താ വിളിക്കുക? ആ പോയിന്റിനെ വിളിക്കുക ക്യൂരി ടെമ്പറേച്ചർ എന്നാ വിളിക്കുക. ആ ക്യൂരി ടെമ്പറേച്ചറിന്റെ മുകളിലാകുമ്പോഴേ ഈ ഫെറോ എന്തായി മാറുന്നറിയോ? ഫെറോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫെറോ എന്തായി മാറുന്നറിയോ? പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. ഫെറോ എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന മുഴുവൻ മാർക്കുകളും വാങ്ങാം. റെഡി അല്ലേ? സോ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 1 ഈസ് ഡയാ പാരാ ഫെറോ. മൂന്നിന്റെയും സസെപ്റ്റബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും കമ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ അടുത്തത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഡയ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പാരയും ഫെറോയും എന്ത് ചെയ്യുന്നു? ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൽ ഫെറോ തന്നെ ഒരു പരിധി കൂടുതൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ പാരയായിട്ട് മാറും. പ്രധാനപ്പെട്ടതല്ലേ? ഫെറോനെയാണ് നമ്മൾ എന്തുണ്ടാക്കാൻ ഉപയോഗിക്കുക? പെർമനന്റ് മാഗ്നറ്റുകൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി അടുത്ത ആളുകളാണ് ആന്റി ഫെറോ മാഗ്നറ്റിസം ആൻഡ് ഫെറി മാഗ്നറ്റിസം. വളരെ എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് ആന്റി ഫെറോ മാഗ്നറ്റിസവും ഫെറി മാഗ്നറ്റിസം. ഇനി ആന്റി ഫെറോ മാഗ്നറ്റിക് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതുവരെ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല ആന്റി ഫെറോ ആൻഡ് ഫെറി. ഇൻ ആന്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ലൈക്സ് chromium and MnO, manganese oxide, the dipoles have equal moments but adjacent dipoles are aligned in opposite direction. റെഡി അല്ലേ? ഓക്കെ. അതായത് നോക്കൂ, നിങ്ങൾ ഇപ്പം ഇവരുടെ ഡൈപോളിനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈപോൾ എങ്ങനെയാണ് ഉണ്ടാകുക എന്നറിയോ? ഇപ്പൊ അഡ്ജസന്റ് ഡൈപോൾ ആണെന്നിരിക്കും. ഡൈപോളിന്റെ ഡയറക്ഷൻ ഒരാൾ മേലോട്ടാണെങ്കിൽ ഒരാൾ താഴോട്ടായിരിക്കും, ഒരാൾ മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരാൾ താഴോട്ടായിരിക്കും. ഇതാണ് ആന്റി ഫെറോ മാഗ്നറ്റിസത്തിന്റെ പ്രത്യേകത. ഓക്കെ. സാധാരണഗതിയിലൊക്കെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്താ? ഒരാൾ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ എന്താ പറയാ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ. സോ ഈക്വൽ മൊമെന്റ്സ് ഡൈപോൾ ഹാവ് ഈക്വൽ മൊമെന്റ്സ്. ശരിക്കും ഈ മാഗ്നറ്റിനെ ഒക്കെ കമ്പയർ ചെയ്യുക ഇവരുടെ ഡൈപോൾ മൊമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞത് എന്താ ഡൈപോൾ മൊമെന്റ് എന്ന്. ആ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ശരിക്കും മാഗ്നറ്റിനെ കമ്പയർ ചെയ്യുക. ഓക്കെ. അത് ശരിക്കും നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ആന്റി ഫെറോയിലാണ്. പാരയിലും ഡയയിലും ഫെറോയിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ അത് പ്രധാനപ്പെട്ടതല്ല. ഓക്കെ. സോ അഡ്ജസന്റ് ഡൈപോൾസ് ഹാവ് അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് അലൈൻ ചെയ്തിരിക്കുക എന്ന് മനസ്സിലാക്കുക. സോ ദേ ഹാവ് നോ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. ക്യാൻസൽ ചെയ്തു പോകും. മാഗ്നറ്റിക് മൊമെന്റ് ഒരാൾ ഈ ഡയറക്ഷനിൽ, മറ്റേ ആൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഈ ഡയറക്ഷനും ഈ ഡയറക്ഷൻ ആയാലും എന്ത് ചെയ്യുന്നു? പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സ്പിന്നൊക്കെ എങ്ങനെയാണ്? ഒരാൾ ഓപ്പോസിറ്റും നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പോളീസ് എക്സ്ക്ലൂഷൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട് അല്ലേ? സോ എന്ത് ചെയ്യുന്നു? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് അത് മനസ്സിലാക്കി വെക്കുക.
മാഗ്നറ്റിക് മൊമെന്റ് അല്ലേ, എങ്കിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആയി പോകും അല്ലേ. എം നെറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായി പോകും, 0 എന്ന് വരും അല്ലെ. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0. ദ ഗ്രോസ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് സച്ച് മെറ്റീരിയൽസ് ആർ വെരി സ്മോൾ. അവർക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള മാഗ്നറ്റിക് എഫക്ട് കളിക്കാൻ സാധിക്കില്ല. വെൻ ആന്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആർ ഹീറ്റഡ് എബോവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കോൾഡ് നീൽ ടെമ്പറേച്ചർ. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. അവരെന്തായിട്ട് മാറും, പാര. ലൈക്ക് ആര് ഫെറോയെ പോലെ തന്നെ. ഫെറോ എന്തായിരുന്നു പ്രത്യേകത, ഫെറോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതിന്റെ പേരെന്താ, ക്യൂരി ടെമ്പറേച്ചർ. ആ ക്യൂരി ടെമ്പറേച്ചറിന്റെ മുകളിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായി മാറും, അവര് പാരയായി മാറും. അതേപോലെ തന്നെ ഈ ആന്റി ഫെറോ നീൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ മുകളിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പാരയായി മാറും. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ഫെറോന്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ, അല്ലെങ്കിൽ അവരുടെ മാഗ്നറ്റിക് ഡൈപോളുകൾ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള മാഗ്നറ്റിക് എഫക്റ്റ് കാണിക്കാൻ സാധ്യമല്ല. അടുത്തത്, അവർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ മുകളിൽ അവരെന്തായി മാറും, പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. ഇതാണ് ആന്റി ഫെറോയെ പറ്റി നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. 2 എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് എക്സാമ്പിൾ, ക്രോമിയം ആൻഡ് മാംഗനീസ് ഓക്സൈഡ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ആന്റി ഫെറോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഫെറി മാഗ്നറ്റിസം ആണ്. ഫെറി മാഗ്നറ്റിസം, അതിന്റെ മറ്റൊരു പേര് കൂടി ഉണ്ട്. എന്താ പേര് എന്ന് പറയുക, ഫെറി മാഗ്നറ്റിന്റെ മറ്റൊരു പേര് ഫെറൈറ്റ്സ് എന്നാ വിളിക്കുക. ഫെറൈറ്റ്സ്, ഫെറി മാഗ്നറ്റിസം അല്ലെങ്കിൽ ഫെറി മാഗ്നറ്റിന്റെ മറ്റൊരു പേര് ഫെറൈറ്റ്. ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് അഡ്ജസന്റ് അയോൺസ് ആർ ആന്റി പാരലൽ ആൻഡ് ഓഫ് അൺഈക്വൽ സ്ട്രെങ്ത്. റെഡി അല്ലേ? നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. എന്താ ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ ഒരാൾ മുമ്പോട്ടാണെങ്കിൽ ഒരാൾ പിറകോട്ട് അല്ലേ. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ വരച്ചില്ലേ, അതേപോലെ തന്നെ അല്ലേ. പക്ഷെ നേരത്തെ ആന്റി ഫെറോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ഫെറോയില് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും. പക്ഷെ ഇവിടെ എം നെറ്റ് എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഇവരുടെ ഡൈപോളിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അൺഈക്വൽ ആയിരിക്കും, ഈക്വൽ ആയിരിക്കില്ല. മനസ്സിലായോ? ഇയാൾക്ക് ഒരു സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ചേക്കാൾ കൂടുതലോ കുറവായിരിക്കും മറ്റേയാൾക്ക്, അതിനേക്കാളും കൂടുതലോ കുറവായിരിക്കും മറ്റേയാൾക്ക്, അതിനേക്കാളും കൂടുതലായിരിക്കും മറ്റേയാൾക്ക്. എന്ന് പറഞ്ഞാൽ ഇവരെ ഒരുമിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു പെർട്ടിക്കുലർ ആരെ കിട്ടും, മാഗ്നറ്റിക് മൊമെന്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ അവരുടെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. റെഡി അല്ലേ? ഓക്കെ. അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ആന്റി ഫെറോയെ പറഞ്ഞ പോലെ തന്നെയാണ് ഫെറീനെ സംബന്ധിച്ചും പറയാനുള്ളത്. എന്താ, അവർ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പാരാമാഗ്നറ്റ് ആയി മാറും. അപ്പൊ ആരൊക്കെയാ പാരാമാഗ്നറ്റ് ആയി മാറാൻ കാത്തിരിക്കുന്നത്? 1 ഫെറോ, 2 ആന്റി ഫെറോ, 3 ഫെറി. അല്ലേ? ആലോചിച്ചാൽ മതി നിങ്ങൾ. എഫ് ഒക്കെ എന്തായി മാറും, പാരയായിട്ട് മാറുന്ന ആലോചിക്കുക അല്ലെ. ഫെറോ പാരയായിട്ട് മാറുന്ന പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക, നമ്മൾ ക്യൂരീസ് ടെമ്പറേച്ചർ എന്നാ വിളിക്കുക. അതേപോലെ തന്നെ ആന്റി ഫെറോ പാരയായിട്ട് മാറുന്നതിന് നമ്മൾ നീൽ ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുക കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത, ആന്റി ഫെറോയും ഫെറോയും നമ്മളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുക നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റുകൾ ഉണ്ടാകുക. പക്ഷെ എന്തായിരിക്കും, ഒരാൾക്ക് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും. ആർക്കാ, ആന്റി ഫെറോയ്ക്കാണ്. ഫെറിക്ക് എന്തായിരിക്കില്ല, 0 അല്ല. കാരണം എന്താ പറഞ്ഞാൽ അവരെന്താ, അൺഈക്വൽ ആണ്. മറ്റേ ആൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ. ഈക്വൽ ആയിരിക്കും മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് എന്തെന്ന്, ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ പറയാനുള്ളത്. ഇത് വളരെ സിമ്പിൾ ആണ്, എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഈ ഏരിയ, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് നോട്ട് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഏരിയയിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.